ഇലക്ഷൻ കഴിഞ്ഞു, വോട്ട് പെട്ടിയിലാണ്. അപ്പോൾ മെയ് 4-നാണ് ഫലം വരിക. അപ്പോൾ മുന്നണികളെല്ലാം കൂട്ടലും കിഴിക്കലും അതിൻ്റെ ഒരു ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യൻ ഔട്ട്റീച്ചുമായിട്ട് ബന്ധപ്പെട്ട് BJPയുടെ ഭാഗത്തു നിന്നും ഷോൺ ജോർജും PC ജോർജും ചില പ്രസ്താവനകൾ നടത്തി. അതുപോലെ തന്നെ PC കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞു. അതായത് ഈ രാഷ്ട്രീയം പറഞ്ഞാൽ തിരിച്ച് രാഷ്ട്രീയം പറയും, അല്ലെങ്കിൽ വിമർശനം കേൾക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ സാർ, അദ്ദേഹം പറഞ്ഞു ഈ മെത്രാന്മാർ രാഷ്ട്രീയം പറഞ്ഞാൽ തിരിച്ചത് രാഷ്ട്രീയം തന്നെ കേൾക്കേണ്ടി വരും, ആ സമയത്ത് തിരുവസ്ത്രത്തിൻ്റെ ഇതിലേക്ക് പോകരുത് എന്നൊക്കെയുള്ള പൊതുവെ അങ്ങനെ ഒരു സംസാരമാണ് നടക്കുന്നത്. സാധാരണക്കാരായ പല സോഷ്യൽ മീഡിയ കമൻറ്റുകളിലും കാണുന്നത്, നിങ്ങൾ എന്തിന് BJP എന്തിന് സഭയുടെ അല്ലെങ്കിൽ പിതാക്കന്മാരുടെ പുറകെ പോകുന്നു, സാധാരണക്കാരായ ക്രിസ്ത്യാനികൾ ഇതൊന്നും നോക്കിയിട്ടല്ല വോട്ട് ചെയ്യുന്നതെന്നുള്ള ചില കമൻറ്റുകളും കണ്ടു. അപ്പോൾ എന്താണ് ജിജിക്ക് തോന്നുന്നത്? അല്ല, അത് കുറേ കാലമായിട്ട് ഈ സാധാരണക്കാർ പറയുന്നതാണ് സത്യം. സഭ പറയുന്നിടത്ത് വോട്ട് ചെയ്യുക എന്നുള്ള സ്വഭാവം ഏകദേശം 80കളിൽ അവസാനിച്ചതാണ്. ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യുന്നത് മറ്റു രീതിയിൽ സഭയെ അവർ സപ്പോർട്ട് ചെയ്യും, സഭ പറയുന്നതനുസരിക്കും, അതൊക്കെ ചെയ്യും. അതിന് കാരണം തന്നെ സഭ പവർഫുള്ളാണ്, ഉപദ്രവിക്കാനുള്ള പവർ സഭയ്ക്കുണ്ട്. പള്ളിയിൽ കല്യാണം നടത്തില്ല, ശവമടക്കം നടത്തില്ല, ഇങ്ങനെയൊക്കെ പല രീതിയിൽ ഉപദ്രവിക്കാനുള്ള കപ്പാസിറ്റി സഭാ നേതൃത്വത്തിന് ഉണ്ട്. അപ്പോൾ അത് അവരെ പേടിച്ചേ പറ്റുള്ളൂ. അവർക്ക് വേണമെങ്കിൽ മഹറോൻ ചൊല്ലി സമുദായത്തിൽ നിന്ന് പുറത്താക്കാൻ വരെ സാധിക്കും, അത്രയ്ക്ക് പവർഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റ് കാര്യങ്ങളിലൊക്കെ സഹകരിക്കുമ്പോൾ തന്നെ വോട്ട് ചെയ്യുന്നത് വോട്ട് കോൺഫിഡൻഷ്യലല്ലേ. അപ്പോൾ അതുകൊണ്ട് സഭ പറയുന്നിടത്ത് വോട്ട് ചെയ്യുക എന്നുള്ളൊരു സ്വഭാവം മെല്ലെ മെല്ലെ ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് ഇല്ലാതെ പോയി. അതേസമയം അവർക്ക് വളരെ സ്ട്രോങ് ഫാമിലി സിസ്റ്റമുണ്ട്. ഈ കുടുംബയോഗം എന്ന് പറയുന്ന യോഗം വിളിച്ചു കൂട്ടുന്ന കേരളത്തിലെ ഏക സമുദായം ക്രിസ്ത്യാനികളാണ്. വേറെ ആരും കുടുംബയോഗം വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആ കുടുംബത്തിൽ സകല ആൾക്കാരെ അവർ വിളിക്കും, ഒരു സെലിബ്രേഷൻ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെ ഫാമിലി ടൈസ് വളരെ സ്ട്രോങ് ആക്കി വയ്ക്കുകയും വലിയ ശക്തനോ പ്രതാപശാലിയോ ഒന്നും അല്ലെങ്കിലും അവരുടെ ജീവിച്ചിരിക്കുന്നൊരു കാരണവർക്ക് ഒരു വാല്യൂ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഏർപ്പാട്. അപ്പോൾ ഈ ഫാമിലികളാണ് പലപ്പോഴും ഇവരുടെ വോട്ട് തീരുമാനിക്കുന്നത്. അത് ഇന്നാൾ കൂട്ടിയണം കേട്ടോ എന്ന് പറഞ്ഞ് ആജ്ഞാപിക്കലൊന്നുമല്ല, ഒരു കൺസെൻസസ് അവരുടെ ഈ കുടുംബയോഗം കൂടുമ്പോഴോ വല്ലപ്പോഴും തമ്മിൽ കാണുമ്പോഴോ ഒക്കെ ആയിട്ട് ഒരു കൺസെൻസസ്. കുര്യച്ചൻ എന്ത് പറഞ്ഞു, കുര്യച്ചൻ ഭയങ്കര ദേഷ്യത്തിലാണ്, ഇങ്ങനെ ഒരു കൺസെൻസസ് ഡെവലപ്പ് ചെയ്ത് വരും. അങ്ങനെ നല്ലൊരു ശതമാനം വോട്ടുകൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്. അതിപ്പോൾ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ, നമ്മളുടെ പഞ്ചായത്ത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഒരു കുടുംബത്തിൻ്റെ പേര് പരസ്യമായിട്ട് വന്നിരുന്നല്ലോ, പുളിക്കക്കണ്ടം ഫാമിലി. സീ ദെയർ ക്ലൗട്ട്. അവർ വിചാരിച്ചാൽ ഒരു കൗൺസിലറെ ഉണ്ടാക്കാം, മേയറെ ഉണ്ടാക്കാം, മുനിസിപ്പൽ ചെയർമാൻ ഉണ്ടാക്കാം എന്നൊക്കെയുള്ള ക്ലൗട്ട് വന്ന ഒരു ഫാമിലി. ഇങ്ങനെ പുറത്ത് TV യിലൊന്നും വന്നില്ലെങ്കിൽ പോലും ധാരാളം ഫാമിലികളുണ്ട്. അപ്പോൾ അവരുമൊക്കെ ആയിട്ട് വേണം ഇൻറ്ററാക്ട് ചെയ്യാനും പൊളിറ്റിക്സ് പറയാനും സംസാരിക്കാനും ആവശ്യങ്ങൾ മനസ്സിലാക്കാനും. പലപ്പോഴും സഭയുടെ ആവശ്യങ്ങൾ സാധാരണ ക്രിസ്ത്യാനിയുടെ ആവശ്യങ്ങളല്ല. സഭ എന്നുള്ള ആ സ്ട്രക്ചറിന് അതിൻ്റേതായ കുറേ ആവശ്യങ്ങളുണ്ട്. അത് പള്ളിയിൽ പോകുന്ന സാധാരണ ക്രിസ്ത്യാനികളില്ല, അവന് ഒരു ബന്ധവുമില്ല അക്കാര്യത്തിൽ. അത് പള്ളിയിൽ അച്ഛന്മാർക്ക് സുഖിക്കാനോ ദുഃഖിക്കാനോ മാനിപ്പുലേറ്റ് ചെയ്യാനോ ഒക്കെയുള്ള ഫെസിലിറ്റീസാണ്. അപ്പോൾ സഭ ചോദിച്ചു എന്ന് വിചാരിച്ച് ക്രിസ്ത്യാനി ചോദിച്ചു എന്ന് അർത്ഥമാക്കുന്നില്ല. അപ്പോൾ ഇത് BJP കുറേശ്ശെയായിട്ട് മനസ്സിലാക്കും. ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നുള്ള BJPയുടെ പ്രോജക്റ്റ് അത് അവിടെ ഇവിടെയൊക്കെ തട്ടിയും വീണും ഉരുണ്ടും പടഞ്ഞും വീണ്ടും എണീറ്റും ഒക്കെ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് മെല്ലെ പൊക്കോളും.